ഹായ് ഹലോ ഗ്രീൻ ടു വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫാമിലി വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാമിലി കോഴികൾക്കും താറാവിനും തീറ്റ കൊടുക്കണ ഒരു ക്രമമുണ്ടല്ലോ. കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ തീറ്റ കൊടുക്കുന്ന ക്രമമുണ്ട്. ഞാൻ ഓർഡർ തെറ്റി പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് തീറ്റ കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് അതൊക്കെ നമുക്കൊരു വീഡിയോ ആക്കി ചെയ്യണം. നമ്മുടെ ലെങ്ത്തുള്ള വീഡിയോ ഉള്ള കാരണം കൊണ്ട് ആരും കാണുന്നില്ല വീഡിയോ. അത് കാരണം ഞാനിങ്ങനെ വീഡിയോ ഇടാത്തത്. നമ്മൾ കുറച്ച് ഒരു 5 മിനിറ്റിന് 6 മിനിറ്റിലേക്ക് വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്കിത് ചെയ്യുമ്പോൾ ഇത്തിരി സമയം എടുത്ത് ചെയ്യേണ്ട ഒരു വീഡിയോ ആണിത്. നമുക്ക് തീറ്റ കൊടുക്കണമെങ്കിലും നമുക്ക് വെള്ളം പോയി എടുക്കണം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യമുള്ള കാരണം കൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടുതലാണ് വീഡിയോയ്ക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തിട്ടുള്ളൂ. കമൻറ്റ് എന്തെങ്കിലും എന്തറിയിച്ചോ കുഴപ്പമില്ല. നമുക്ക് കമൻറ്റ് കാണുമ്പോൾ തന്നെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നത് നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ പറയാൻ വേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അങ്ങനത്തെ ഒരു വാക്ക് നമുക്ക് പറയേണ്ടെന്നുണ്ടായിരുന്നു. നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ എഴുതി കാണിക്കാറ് ചെയ്യാറ്. ഞാനങ്ങനെ പറയണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇതിലൊരു റൂളുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം. അതായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം. പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാവരെ പോലെ നമുക്ക് ചെയ്യേണ്ട, നമുക്ക് വെറൈറ്റി പിടിക്കാം അങ്ങനെ വിചാരിച്ചിരുന്നത്. ഞാൻ എൻ്റെ മുഖം കാണിക്കേണ്ട അങ്ങനെയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നല്ലോ. നമുക്ക് ഇവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതല്ലാണ്ട് തന്നെ നമുക്കറിയുന്ന ആൾക്കാർ പറഞ്ഞു ഇത് വീഡിയോയിൽ നമ്മൾ പറയണം, അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ പറയണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറയണത്. നിങ്ങൾക്ക് വെറുപ്പ് വരുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ കാരണം നമ്മൾ പറയണം. അവസ്ഥ എന്ന് വെച്ചാൽ ഇതിലിങ്ങനെ പറയണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലാണ് കാര്യമുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് വരുന്നത്. അല്ലാണ്ട് എനിക്ക് വീഡിയോയ്ക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായ കാരണമാണ് ഞാനിതിൽ ഉൾപ്പെടുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഇത് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ, അല്ലെങ്കിൽ മാറ്റി പോയിക്കോ. ഒരു ലൈക്കും ഒന്ന് നിങ്ങൾ അറിയിക്കുക എൻ്റെ അടുത്ത്. അപ്പോൾ അതും അറിയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ നമ്മുടെ 3 വീഡിയോ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിഷുവിന് നമുക്ക് വീഡിയോ ഇറക്കണം. അപ്പോൾ വിഷുവിന് നമ്മുടെ നാളെ ഷൂട്ടുണ്ട്. നാളെ ഷൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ 10-ാം തീയതി ഇടാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ 10-ാം തീയതിക്ക് സെറ്റ് ആവുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ 10-ാം തീയതിക്ക് ഇട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 10-ാം തീയതിക്ക് വേറൊരു ഫോട്ടോഷൂട്ട് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ഫാമിലി വീഡിയോ ഇടണം. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മുടെ ഫാമിൻ്റെ പുറത്തൊരു കൂടിരിക്കുന്നുണ്ട്. ഇത് ലവ് ബേഴ്സിൻ്റെ കൂടാണ്. ഇപ്പോൾ ഇത് നമ്മുടെ കോഴികൾക്ക് വല്ല രോഗങ്ങൾ വരാണെങ്കിൽ ഈ കൂട്ടിക്കാണ് മാറ്റണത്. അതിനുശേഷം രോഗം മാറിയതിന് ശേഷം നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലേക്ക് അയച്ചു വിടായിരിക്കും. പക്ഷേ ഈ കോഴിയുടെ കാര്യത്തിലെന്ന് വെച്ചാൽ നമ്മൾ നേരം വൈകി. ഈ കോഴി നമുക്ക് വേണ്ടപ്പെട്ടൊരു കോഴിയാണ്. പക്ഷെ നമ്മളിതിനെ വെറ്റാനായിട്ട് ശ്രദ്ധിച്ചില്ല. എന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടത്തിൽ തന്നെ ഇവരയച്ചിട്ട് സെറ്റ് ചെയ്ത കാരണം കൊണ്ട് ഇവളുടെ ഒരു കണ്ണ് അടഞ്ഞു പോയി വെച്ചാൽ എന്തിട്ട് രോഗം വന്നതെന്നറിയില്ല. നമ്മൾ നേരം വൈകിപ്പോയി. അതായത് കണ്ണ് അടയാനായിട്ട് മുന്നേ മരുന്ന് കൊടുക്കണമെങ്കിൽ രക്ഷപ്പെടാൻ. പക്ഷേ ഇതിൻ്റെ ഒരു കണ്ണ് ഫുള്ളായിട്ട് പഴുത്ത് പോയി എന്നാണ് തോന്നണം. ഞാൻ തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിന് തീറ്റ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഫാമിലി ഇവർക്ക് എല്ലാവർക്കും തീറ്റ കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം എടുക്കാൻ പോകണം. വെള്ളമില്ല. വെള്ളവും പിന്നെ തീറ്റ അതിൽ കുറച്ചുള്ളൂ, അതും സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇവിടെ നെറ്റ് അടിച്ചാണ് കേട്ടോ. ഇതേപോലെ തന്നെ ചുറ്റും നമ്മൾ നീല നെറ്റ് ഫുള്ളും അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോ മീറ്റർ അകലം പാലിച്ചിട്ടാണ് നമ്മൾ കൊന്നപ്പത്തിൽ ഞാൻ മുളപ്പിച്ച് വെട്ടി ഒരേ ലെവലാക്കിയിട്ട് നമ്മളെല്ലാ ഭാഗത്തും, അതായത് ഓരോ മീറ്റർ അകലത്തിൽ നമ്മൾ കൊന്നപ്പത്തിൽ ഫുള്ളും കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മൾ വേറൊരു പാർട്ടായിട്ട് ചെയ്യണമായിരിക്കും. നമുക്ക് അതായത് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് നെറ്റിട്ടൊന്ന് കാണാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഫുള്ളൊന്ന് ചുറ്റും ഞാൻ കാണിച്ചു തന്നായിരിക്കും. നമുക്ക് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഫാമിൻ്റെ പുറത്ത് ഒരു കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പുറത്തെ തീറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ
വേറൊരു കൂടുണ്ട്, നീളത്തിലൊരു 10 അടിയിലൊരു കൂടുണ്ട്, അതിൽ തീറ്റയുണ്ട്. അപ്പോൾ അതിൽ ഫുള്ള് നെറ്റിട്ട് മറച്ചേക്കണം. അപ്പോൾ അവിടേക്ക് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മുടെ വാത്തകളും പിന്നെ അതുപോലെ ഫ്ലൈ ഉണ്ടാക്കി നമ്മൾ പുതിയതായിട്ട്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ടാണ് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ തീറ്റ കിട്ടില്ല, മറ്റൊരു നല്ല പടപടയ്ക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് തീറ്റ കുറവായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കൂട്ടിലേക്കിട്ട് അവർക്ക് സെപ്പറേറ്റ് കൊടുക്കുന്നതും ഇവർക്ക് ഒരുമിച്ച് കൊടുക്കണം കേട്ടോ. ഇവർക്ക് 2 ട്രയൽ കൊടുക്കുന്നത്, പക്ഷേ അവർക്ക് തിന്നാൻ കിട്ടാറില്ല. അപ്പോൾ അത് കാരണമാണ് അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ 4 കോഴികളുണ്ട്. 4 കോഴി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അയച്ചിട്ട് വളർത്തണേ. അപ്പോൾ അവർ കൂടെ അപ്പുറത്താണ്. അപ്പോൾ അതിന് വേറെ തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് വെച്ചാൽ ബ്രോയിലർ കോഴിയുടെ തീറ്റ കൊടുക്കുന്നുണ്ട്. അവർക്ക് എല്ലാ താറാവിനും കൊടുക്കും, കോഴി കൊടുക്കുന്നുണ്ട്. അത് വലിപ്പം തോന്നിക്കാനും അല്ല താറാവിന് വലിപ്പം വരാനും പിന്നെ അതുപോലെ തന്നെ മുട്ട വലിപ്പം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തീറ്റ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ടർക്കി നിലത്ത് ഇറങ്ങിപ്പോയിട്ട് ഇതിലൊരു ചാത്തുണ്ട്, വൈറ്റ് ചാത്തൻ. അവൻ കൊത്തി ഇവൻ്റെ കഴുത്തിൻ്റെ അവിടെ പൊട്ടിച്ചു. അപ്പോൾ ഇവളെ മാറ്റി ഇട്ടേക്കായിരുന്നു. പിന്നെ ഇവളെ കണ്ണിനും ഇത്തിരി പരിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവളെ മാറ്റിയിട്ടപ്പോൾ ശരിയായി. ഇനിയിപ്പോൾ ഉള്ള അവരെ കൂട്ടത്തിലിടാം. അപ്പോൾ 4 വൈറ്റും ഒരു ബ്ലാക്കാണ് ഇതിലുള്ളത്, ബ്ലാക്ക് പുള്ളിയിട്ടാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ ചോളം പിന്നെ അതുപോലെ വെള്ളമാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ മറ്റേ ഗ്രോവർ തീറ്റ നിർത്തി. ഇപ്പം ഏറ്റവും വില കുറവും പിന്നെ അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റിയതും ചോളം നുറുക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തീറ്റ ഉള്ളതിൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അത് നമ്മൾ നോക്കിയിട്ട് ഉച്ചയ്ക്കാണ് പിന്നെ തീറ്റ നോക്കിയിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഉച്ചയിലത്തെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ താറാവുകൾക്ക് തീറ്റ കൊടുക്കാം. താറാവിന് അതിൽ പാത്രം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരുടെ പാത്രം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നല്ല വെള്ളം ഒഴിച്ചിട്ട് തീറ്റ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നല്ല വെള്ളം വേറെ സെപ്പറേറ്റ് കൊടുക്കണം. തീറ്റ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് വെള്ളം കൊടുക്കണം ഇവർക്ക് കേട്ടോ. ചൂട് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഇവർക്ക് കൊടുക്കണം. നമുക്ക് ഇപ്പോൾ മുട്ട 2 പേരൊന്നും കിട്ടണില്ല കേട്ടോ. കോഴിയുടെ ഒന്നും കിട്ടണില്ല, താറാവിൻ്റെ ഒന്നും കിട്ടണില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ മുട്ടത്തീറ്റയും കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ ഇപ്പോൾ മുട്ട നിർത്തി. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, തീറ്റ ഇല്ലെങ്കിലും വെള്ളം നന്നായിട്ട് ഇവർക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ താറാവിനാണ് ഈ ബക്കറ്റിൽ വെക്കുന്നത് കേട്ടോ. കോഴികൾക്ക് നമുക്ക് കൂട്ടിൽ വെക്കുന്നുണ്ട് വെള്ളം. അതുപോലെ തന്നെ ടർക്കിന് ഞാനിതൊന്ന് അയച്ചിട്ട് നോക്കി, പക്ഷേ അതൊന്നും ഇറങ്ങണില്ല പുറത്തേക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ സ്റ്റെപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചാത്തം പടക്കി വരാം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം തന്നെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളയാണ് ഇവറ്റുള്ള മേത്ത് ചോരയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുളവും. പിന്നെ അതുപോലെ തന്നെ നിലത്തിറങ്ങി കഴിഞ്ഞാൽ ചെളിയാവും. അപ്പോൾ അത് കാരണം ഇവർ ഇതിൻ്റെ മുകളിൽ തന്നെ നന്നായിട്ട് വൃത്തി നോക്കണ ടർക്കികളാട്ടത്. പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇവറ്റുള്ള കളറും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വലിയ താറാവുകളൊക്കെ അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്, തീറ്റൊക്കെ കഴിഞ്ഞാൽ അടിയിൽ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിനിക്കോഴി ഇവിടെ നടക്കുന്നുണ്ട്, ഇവരുടെ കൂടെ തന്നെ നടക്കണമെന്നാണ്. അപ്പോൾ ഗിനിക്കോഴി ഞാൻ പുറത്തിറക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്നൊരു ഗിനിക്കോഴി ചത്തുട്ടാ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ കാണിക്കുന്നില്ല. അത് ഈ ചാത്തൻ ഇതിലുള്ള ചാത്തൻ അതിനെ ചേലിട്ട് മേത്ത് കയറിയാണ് അത് ചത്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ താറാവും ചേല് കയറുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കോഴികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ആക്കിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വലുതാക്കി എടുക്കുന്നത്. 2 മാസം വരെ ഈ കൂട്ടിൽ അയച്ചിട്ടതിന് ശേഷം നമ്മൾ 3ാമത്തെ മാസം നമ്മൾ പുറത്തേക്ക് അയച്ചിടും. അതിന് മുന്നേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കൊടുക്കും, കോഴികളെ വിൽക്കും. ഒരു മാസത്തേന് 120 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കടയിൽ കൊടുക്കുമ്പോൾ 110 അവരെടുക്കും, 120 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ കടയിൽ കൊടുക്കുന്ന റേറ്റ് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ ബൾക്കായിട്ട് എടുക്കണില്ല, നമ്മളൊരു 50 പീസൊക്കെ എടുക്കുകയുള്ളൂ. ഒരു 20 പീസ് 15 പീസൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മാസത്തിൽ കേട്ടോ മുട്ടക്കോഴി. അപ്പോൾ ബാക്കിയുള്ള തീറ്റ എല്ലാവർക്കും കൊടുത്തു. ഇനിയിപ്പോൾ അതേപോലെ തന്നെ തീറ്റ പാത്രമൊക്കെ കഴിഞ്ഞത് അപ്പം നിറയ്ക്കണം. അപ്പോൾ ഇത് കോഴികളിപ്പോൾ ഇതിൽ വെള്ളക്കോഴി മാത്രം പുറത്ത് പോരുത്. അപ്പോൾ അത് കാരണം മാത്രം ഇത് കെട്ടണത്. പിന്നെ നമ്മൾ എല്ലാ കോഴികളും നമ്മൾ പുറത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടാണ് നമ്മൾ കോഴികളൊക്കെ പുറത്ത് അയച്ചിട്ടുള്ളത്. അത് നമുക്ക് കാക്കകളുടെ ശല്യം ഇപ്പോൾ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ കോഴീനും പുറത്തിറക്കിയിട്ടുണ്ട്. വൈകാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഗിനിക്കോഴിനെ നമ്മൾ പുറത്തിറക്കും. പിന്നെ അതുപോലെ തന്നെ ടർക്കിനെ നമ്മളിവിടെ അയച്ചിടാറുണ്ട് കേട്ടോ. 2 ദിവസം അയച്ചിട്ടു, പക്ഷേ എനിക്ക് പണി കിട്ടി. അവർ നല്ല പറക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ചെറുതായതുകൊണ്ട് നന്നായിട്ട് പറക്കുന്നുണ്ട്. മയിലിൻ്റെ പോലെ ഇവർ വലയുടെ മുകളിലേക്ക് പറന്ന് കൂടിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. അപ്പോൾ അത് കാരണം മാത്രം നമ്മൾ പുറത്തേക്ക് നമ്മൾ അയച്ചിരുന്നില്ല, നമ്മൾ വേഗം കൂട്ടി കയറ്റി. അതുപോലെ നമ്മുടെ ഇവിടെ കുറേ കോഴികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുട്ടത്തീറ്റ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ അതുപോലെ വലിയ കോഴി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരും ഈ പൊടി നനഞ്ഞ് കുതിർന്ന് കഴിയുമ്പോൾ ഇവർ നന്നായിട്ട് തിന്നോളും. പിന്നെ അതുപോലെ നല്ല വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റും വെള്ളം എല്ലാവരും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണതും. പിന്നെ നമ്മുടെ കുളം ശരിയായിട്ടില്ല. അപ്പോൾ ഈ ബേസിനിലാണ് താറാവൊക്കെ കുളിക്കുന്നത് കേട്ടോ.
പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം നമ്മൾ അവർക്ക് എടുക്കാറുള്ളത്. അത് മാറ്റി ഡ്രമ്മാക്കണം. നമ്മൾ നനവെള്ളം പിടിച്ച് വെച്ചേക്കണം കേട്ടത്. അത് നമ്മുടെ ചെടിയൊക്കെ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്, അപ്പോൾ അത് നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളത് സെറ്റ് ചെയ്തേക്കണത്. പിന്നെ ഫുള്ള് നെറ്റിട്ട കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അപ്പോൾ അത് കാരണം ഇതിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അപ്പോൾ തന്നെ കോഴിയും താറാവൊക്കെ എൻ്റെ പുറകെ നിന്ന് പോകണില്ല, അവർക്ക് ഫുഡ് അടിച്ചിട്ട് മതിയായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പാത്രം ബേസ് നിറച്ചാണ് സെപ്പറേറ്റ് കൊടുത്താണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരേടം മരുന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ തീറ്റ വെച്ചിട്ട് നമുക്ക് ഈ വരേടം മരുന്ന് കൊടുക്കണം, ഇത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് കൊടുക്കണം എല്ലാവർക്കും. 1 ലിറ്ററിൽ 3 തുള്ളി അങ്ങാണ്ട് വെച്ച് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു ബക്കറ്റിൽ ഫുള്ളും ഇത് കലക്കിയിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കോഴി ചാടാണ്ടിക്ക് എത്ര ഹൈറ്റിൽ നമുക്ക് കെട്ടിക്കണം. അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് കിടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വെള്ളം അതിൽ നിർത്തിട്ടാ. പിന്നെ അതുപോലെ തന്നെ പിങ്കിക്ക് തീറ്റ കൊടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ ചോറ് വെച്ചിട്ടില്ല. അത് രാവിലെ നമ്മൾ എന്തായാലും തീറ്റ കൊടുക്കുന്നത്. പിന്നെ ലൈറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ ഇത് ഫുള്ളും ലൈറ്റ് കെടുത്തും. പിന്നെ ഇവർക്ക് തീറ്റ കൊടുക്കാണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ചത്ത പോയെന്നൊക്കെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് വെള്ളം മാറ്റണം, തീറ്റ ഫുള്ളും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കാടക്കോഴി എല്ലാം ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. കാടക്കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കണം. ഇതിലാണ് ഞാൻ തീറ്റ ഇട്ട് കൊടുക്കുന്നത് കാടക്കോഴി അല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പുറത്ത് പോകും. അത് കാരണം കൊണ്ടാണ് ഈ ചെറിയൊരു കൂട്ടിലിട്ടാണ്. നമ്മുടെ മീൻകൂടാണ്. മീൻകൂട് എന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടാൻ പോകുമ്പോൾ കൂട് വയ്ക്കുന്ന സാധനമാണിത്. ഇതിൽ തീറ്റ ഇട്ടിട്ട് നമ്മൾ ചെമ്പ് കമ്പിക്ക് കെട്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഈ കൂടിൻ്റെ ഉള്ളിൽ വലിയ മീൻ കയറും. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ കാടക്കോഴിനെ നമ്മൾ ഇട്ടേക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഉള്ള ടർക്കിയും കോഴികളൊക്കെ ഒരാഴ്ച എത്തിയതാണ്. അപ്പോൾ ഇവരെ മാറ്റണം. ഇവരെ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ഈ കാടക്കോഴികൾ ഫുള്ള് ഇതിൽ അയച്ചിടാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ മേത്ത് എല്ലാവരും കയറുന്നിട്ട് അത് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് ചാവാൻ ചാൻസ് കൂടുതലാണ്. ഇതിനെ റിസ്ക് എടുത്ത് മാറ്റിയാലും രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് കേട്ടോ. അതേപോലെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ മുകളിൽ വെച്ചാൽ ഈ സംഭവം ഉണ്ടല്ലോ, ഈ പേപ്പർ, അതൊക്കെ ഒരു മാറ്റിയിട്ട് ഈ ടർക്കികൾ ഫുള്ള് ഇതിൽ ഇറങ്ങിയിട്ട് ഇവരെ ചവിട്ടി കൂട്ടും. അതാണ് ഇപ്പോഴത്തെ നടക്കുന്നത്. ഞാൻ കുഞ്ഞിനൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കട്ട വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാടക്കോഴിക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി ഹൈറ്റിലാണ് ഈ ലൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കട്ട വെച്ചേക്കണം കേട്ടോ. അത് ഏതാണ് കുഞ്ഞ്, ഇതിൻ്റെ കാലൊക്കെ ചവിട്ടി ഞളക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതിനെ നമുക്ക് ഇൻക്യുബേറ്ററിൽ ഇട്ടേക്കണം. ഇപ്പോൾ ഇൻക്യുബേറ്ററിൽ ഇട്ടാൽ ഇത് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ തീറ്റയും വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രക്ഷപ്പെട്ട നമുക്ക് അവരെ കൂട്ടത്തിലിടാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ ചൂടും തണവൊക്കെ കാറ്റൊക്കെ ഒരുമിച്ച് കിട്ടും. അപ്പോൾ അത് കാരണം ഇതിൽ മാറ്റിയേക്കണം. അല്ലെങ്കിൽ വേറെ കൂട്ടിക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവൻ ചാടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടില്ല. അപ്പോൾ തന്നെ മുകളിൽ ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ കവറിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിലെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻക്യുബേറ്ററുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചൂട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ചെറിയ രീതിയിൽ മീനെ ഞാൻ നോക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഷട്ടയിലും പിന്നെ അതുപോലെ തന്നെ 2 ആൽബിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ വലിയ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിലൊരു ആൽബിനൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് വേണം തീപിൻ്റെ ഇടാം. ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ക്യാമറ ഇവിടെ വെച്ചിട്ട് അവനും കൂടി പോയിട്ട് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. അതിനെ കൊണ്ടുവന്നിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാനായിട്ട്. ഇവരെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് ഇട്ടു, അപ്പോഴാണ് തിരിങ്ങിൽ കാണാൻ പറ്റണത്. അതുപോലെ വലിയ ടാങ്കിൽ മറ്റേ ബ്ലാക്ക് കളറ് ഗൗരിയാമുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ വാല് കടിച്ച് തവിട് പിടിയാക്കിയിട്ട് ഞാൻ വേറെ ടാങ്കിൽ ഇട്ടാ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ജോഡുവിൻ്റെ തീറ്റ. ഇതാണ് ഞാനിപ്പോൾ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ സാധനം തിന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല കളറ് വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുറച്ച് നേരം മാത്രമേ ഇതിലിടാൻ പറ്റുള്ളൂ. ഇതിൽ കിടക്കണവൻ ജാതി പെട്ട സാധനമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവരെ വാല് മൊത്തം പോവും. പിന്നെ അതിൽ നിന്ന് മാറ്റണം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഒരു ഗൗരിയമ്മ കിടക്കുന്നുണ്ട്. ആൽബിനെ തന്നെയാണ്, പക്ഷെ ഇത് വേറെ ഇനാണ് കേട്ടോ. നല്ല, അതായത് അനാബസ് പോലത്തെ ഒരു ഗൗരിയമ്മ, കിസ്സിങ് ഗൗരിയമ്മ എന്ന് പറയും. ഇത് ഇടയ്ക്ക് എപ്പോഴും നല്ല കിസ്സിങ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പറയണത്. ഇവർക്ക് ആ തീറ്റ തന്നെ കൊടുക്കുന്നത്. പിന്നെ ഒരു ചൈനീസ് ഗോൾഡ് ഫിഷും കിടക്കുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് ഷാർക്കും കിടക്കുന്നുണ്ട് കേട്ടോ. അവനെ ഇടയ്ക്ക് കാണുള്ളൂ.
ഇതിൽ വെള്ളം നമുക്ക് മാറ്റണം, മാറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫിൽറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഫിൽറ്റർ ഇപ്പോൾ ഒരു കൊല്ലമായി, ഒരു കുഴപ്പമില്ല. ചൈനീസാണ്, എന്നാലും ഒരു കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ ഗൗരാമീനെ 2 കൂടി വാങ്ങിക്കണം. ഫീമെയിൽ മെയിൽ നമുക്ക് അറിയണില്ല, അപ്പോൾ അത് കാരണം നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് 2 കൂടിയും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണം. ഇത് അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, അവിടെ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ഞങ്ങൾ 2 വാങ്ങിയുള്ളൂ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായില്ല. ഒരു പീസിന് 150 രൂപ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രയും പൈസ ഉള്ള കാരണം കൊണ്ട് മാത്രമേ നമ്മൾ 2 വാങ്ങിയുള്ളൂ. പിന്നെ ഈ കൊട്ടയിലാണ് ഇപ്പോഴും വൈറ്റ് ഷാർക്ക് കിടക്കുന്നത്. ഈ കൊട്ട എടുത്ത് മാറ്റണം, അവൻ്റെ ഒരു സങ്കേതമാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഈ കാണുന്ന മീനുകളുണ്ടല്ലോ, ഷൊട്ടയിലും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് മോളി, പിന്നെ ഈ മീനിൻ്റെ പേരറിയില്ല. അപ്പോൾ ഈ മീനും കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ. 2 കളറായിട്ട് വാങ്ങിക്കണത്. നമ്മുടെ ചെറിയ ടാങ്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്, അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളക്കോഴി ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും തീറ്റ കൊടുക്കൽ കഴിഞ്ഞു. അപ്പോൾ അത് കാരണം വെള്ളക്കോഴിയുടെ കണ്ണിലാണ് ഇപ്പോൾ മരുന്ന്, തുള്ളി മരുന്ന് വെച്ച് കൊടുക്കുന്നത്. ഈ 2 തുള്ളി വെച്ചിട്ടാണ് 2 കണ്ണിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു കണ്ണ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്, അപ്പോൾ അത് കാരണം ഞാനത് കാണിക്കുന്നില്ല. പിന്നെ മരുന്ന് കൊടുക്കുന്നത് ഞാൻ ക്യാമറ വെച്ചത് കറക്റ്റ് രീതിയിലല്ല, അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് കാണില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ, അപ്പോൾ അത് കാരണമാണ് നിങ്ങൾക്ക് വ്യക്തമാണ്ടാവില്ല. പിന്നെ ആ ഒറ്റ കണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഇവള് തീറ്റ തിന്നുന്നത്. ഇപ്പം ഞാൻ അതിന് സ്റ്റാർട്ടർ മാത്രമേ കൊടുക്കണം. നമ്മൾ മുട്ടത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇവള് മുട്ടയിടും, പക്ഷേ അതുകൊണ്ടായില്ല. ഇവളുടെ ആരോഗ്യം തിരിച്ചു വരണം. അപ്പോൾ അത് കാരണം ഞാൻ സ്റ്റാർട്ടർ മാത്രമേ കൊടുക്കണം. ഇവളുടെ ഒരു കണ്ണ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. അതുപോലെ അവളെ കൂട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ലൈറ്റ് കിടത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 11 മണി ആയിട്ടുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് ലൈറ്റ് കിടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പം ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചോറ് പിങ്കിക്ക് കൊടുക്കണം. ഇവള് എന്തും കഴിച്ചോളും. മോരൊക്കെ കൂട്ടി ഇവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയിൽ കഴിച്ചോളും. ഇറച്ചിയും കഴിക്കും. ഇറച്ചി ഇല്ലാത്ത ടൈമിൽ നമ്മൾ എല്ലാവരും പച്ചക്കറിയൊക്കെ ആയാലും ഇവള് പടച്ചോളും, വലിയ ഇതില്ല. പിന്നെ ഇവൾക്ക് കൂട് സെറ്റ് ചെയ്യണം. എൻ്റെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ നേരത്തെ എനിക്ക് പല്ല് വെച്ചതിന് ശേഷം ഒരു 6 മണിയാകുമ്പോൾ പറമ്പിൽ പോകും, അല്ലെങ്കിൽ പാടത്തേക്ക് പോകും കളിക്കാനായിട്ട്. ഫുട്ബോൾ കളിക്കാൻ പോകും. ബൂട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ബോൾ ഞാൻ പുതിയത് വാങ്ങി കേട്ടോ. ഞങ്ങൾ പിരിവിട്ട് പുതിയത് ബോൾ വാങ്ങിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ കളി കഴിഞ്ഞ് വന്നതിന് ശേഷം വിയർപ്പ് പറ്റിയതിന് ശേഷമാണ് കുളിക്കാൻ പാടുള്ളൂ. പിന്നെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ കളി കഴിഞ്ഞ് വന്നിട്ട് നേരെ ഇവർക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഫുള്ളും കൊടുത്തതിന് ശേഷം എൻ്റെ ശരീരത്തുള്ള വിയർപ്പൊക്കെ വറ്റിപ്പോയതിന് ശേഷം ഞാനൊന്ന് ഫ്രീ ആവും. ഫ്രീ ആയതിന് ശേഷമാണ് ഞാൻ കുളിക്കുകയുള്ളൂ. കുളിക്കാനായിട്ട് മുന്നേ നല്ല വിശപ്പുണ്ട്. ഞാൻ നേരത്തെ പോയതാണ്, അപ്പോൾ അതിന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് അതായത് നമ്മൾ എന്ത് സാധനം വളർത്താണെങ്കിലും ഇവരുടെ വിശപ്പ് അടങ്ങിയതിന് ശേഷം മാത്രമാണ് എനിക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എൻ്റെ കാലത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്. ചില സമയങ്ങളിൽ എൻ്റെ കുളിയും കൂടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാറുള്ളത്. അപ്പം നല്ല വിശപ്പുണ്ട്, അത് കാരണമാണ് ഞാനിപ്പോൾ ചായ കുടിക്കുന്നത്. ചായ കുടി കഴിഞ്ഞാൽ പോയിട്ട് ഞാൻ കുളിക്കും. പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ജീവികളെ വളർത്താണെങ്കിലും അവരുടെ ഫുഡ് കൊടുത്തതിന് ശേഷം, അവരുടെ വിശപ്പ് അടങ്ങിയതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ ശ്രമിക്കട്ടോ. അവരുടെ ശാപം എന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു ശാപം തന്നെയാണ്. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ഞങ്ങൾ വന്നായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗം വന്നായിരിക്കും. അടുത്ത വീഡിയോ കാണാം.